ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ STD4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റും STD4 ഓൾ സബ്ജക്ട്സ് ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. അതായത് നമുക്ക് പുറത്തു നിന്നുള്ള ഒരു ഭാഗം തന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റോറിയാണ്, ആ സ്റ്റോറിയുടെ ഒരു പാർട്ടാണ്. അത് വായിച്ചിട്ട് അത് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾ ആൻസർ ചെയ്യണേ. സോ ഫസ്റ്റ് സ്റ്റോറി നമുക്ക് വായിക്കാം. വൺസ് അപ്പോൺ എ ടൈം ദർ വർ 2 cats. പണ്ടൊരിക്കൽ 2 ക്യാറ്റ്സ് ഉണ്ടായിരുന്നു, 2 പൂച്ചകൾ ഉണ്ടായിരുന്നു. ദേ വർ ഗുഡ് ഫ്രണ്ട്സ്, അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. വൺ ഡേ ദേ ഗോട്ട് എ പീസ് ഓഫ് ബ്രെഡ് വൈൽ ഷെയറിങ് ദേ മെയ്ഡ് ബിഗ് ആൻഡ് സ്മോൾ പീസസ്. ഒരു ദിവസം അവർക്കൊരു ബ്രെഡിൻ്റെ കഷ്ണം കിട്ടി. അവരത് ഷെയർ ചെയ്യുന്ന സമയത്ത്, പങ്കുവെക്കുന്ന സമയത്ത് അതെന്തായി? ബിഗ് ആൻഡ് സ്മോൾ പീസസ് ആയത്. അതായത് ഒരു കഷ്ണം വലുതും ഒരു കഷ്ണം ചെറുതും ആയി. സോ ദി ബിഗാൻ ടു ഫൈറ്റ് ഫോർ ദ ബിഗ്ഗർ പീസ്. അപ്പോൾ അവർ വലിയ കഷ്ണം വേണം, വലിയ എന്നുള്ള രീതിയിൽ രണ്ടുപേരും വലിയ കഷ്ണത്തിന് വേണ്ടിയിട്ട് അടിപിടി കൂട്ടാനായിട്ട് തുടങ്ങി, ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ മങ്കി സോ ദം ഫൈറ്റിംഗ്. ഒരു കുരങ്ങന്, ഒരു മങ്കി ഒരു കുരങ്ങന് ഇത് കാണുന്നുണ്ടായിരുന്നു. ഹി സെഡ് ഐ വിൽ ഷെയർ ഇറ്റ് ഈക്വലി. അവനെന്ത് പറഞ്ഞു? കണ്ടിട്ട് അവർ പറഞ്ഞു ഐ വിൽ ഷെയർ ഇറ്റ് ഈക്വലി, ഞാനത് ഈക്വലായിട്ട് 2 പേർക്കും ഭാഗിച്ച് തരാം എന്ന് പറഞ്ഞു. ഹി ബിറ്റ് ദ ബിഗ്ഗർ പീസ് ടു മേക്ക് ഇറ്റ് ഈക്വൽ. എന്നിട്ട് മങ്കി അത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ വലിയ ബ്രെഡിന്റെ പീസിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം കടിച്ചു. എന്താക്കാൻ വേണ്ടിയിട്ട്? അത് ചെറിയ പീസിന്റെ അതേ സൈസ് ആക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ദെൻ ദ ബിഗ്ഗർ പീസ് ബിക്കെയിം സ്മോളർ. അപ്പം എന്തായി? ഈ വലിയ പീസ് ചെറുതായി. ദെൻ ഹി ബിറ്റ് ദ അതർ ബിഗ് പീസ് ടു മേക്ക് ദം ഈക്വൽ. അപ്പം എന്തായി? ആ ചെറിയ പീസ് ഉള്ളത് വലുതായിപ്പോയി. അതായത് ഈ വലിയ പീസ് കടിച്ചതിൽ വലിയ ബ്രെഡിന്റെ കഷ്ണം കുറച്ചുകൂടെ ചെറുതായിപ്പോയി. അപ്പോൾ മറ്റേ കഷ്ണം വലുതായപ്പോൾ അവൻ അതും ഒന്ന് കടിച്ചു. ബിറ്റ് ബൈ ബിറ്റ് ഹി എയ്റ്റ് ദ ഹോൾ ബ്രെഡ് ആൻഡ് വെന്റ് അവേ ഹാപ്പിലി. അങ്ങനെ ഓരോ കഷ്ണം കടിക്കുമ്പോഴും മറ്റത് ചെറുതായിക്കൊണ്ടിരുന്നു. ഒന്ന് കടിക്കുമ്പോൾ ഒന്ന് ചെറുതാവും, മറ്റത് കടിക്കുമ്പോൾ മറ്റത് ചെറുതാവും, അങ്ങനെ ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെ ഓരോന്ന് കഴിച്ച് ആ ബ്രെഡ് മുഴുവൻ ആ മങ്കി കഴിച്ചു തീർത്തു. ദ പൂർ ക്യാറ്റ്സ് ലോസ്റ്റ് ദെയർ ബ്രെഡ്. പാവം പൂച്ചകൾ, അവർക്ക് ആ ബ്രെഡ് നഷ്ടമായി. സോ ഈ കഥയിൽ നിന്നുള്ള മോറൽ എന്താണ്? ഗുണപാഠം എന്താണ്? വി മസ്റ്റ് ലേൺ ടു ഷെയർ വാട്ട് വി ഹാവ്. നമുക്ക് എന്താണോ ഉള്ളത്, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, അത് നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാനായിട്ട് പഠിക്കണം. അതാണ് ഈ സ്റ്റോറിയുടെ മോറൽ എന്ന് പറയുന്നത്. ഇനി ഇത് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 1, ഹൂ വേർ ദ 2 ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റോറി? ഈ കഥയിൽ പറഞ്ഞിട്ടുള്ള 2 ഫ്രണ്ട്സ് ആരൊക്കെയാണ്? എ ക്യാറ്റ് ആൻഡ് എ മങ്കി. ഒരു ക്യാറ്റും ഒരു മങ്കിയും. 2 cats, 2 ക്യാറ്റുകൾ. എ ക്യാറ്റ് ആൻഡ് എ ഡോഗ്. ഒരു ക്യാറ്റും ഒരു ഡോഗും. 2 monkeys, 2 monkeys. ആരൊക്കെയാണ്? 2 cats അല്ലേ? 2 പൂച്ചകളായിരുന്നു അല്ലേ നല്ല ഫ്രണ്ട്സ്. ക്വസ്റ്റ്യൻ 2, വാട്ട് ഫുഡ് ദേ ഗോട്ട് വൺ ഡേ? അവർക്കൊരു ദിവസം കിട്ടിയ ഫുഡ് എന്താണ്? എ മാംഗോ, ഒരു മാംഗോ. എ ഫിഷ്, ഒരു മീൻ. എ പീസ് ഓഫ് ചപ്പാത്തി, ഒരു ചപ്പാത്തിയുടെ കഷ്ണം. എ പീസ് ഓഫ് ബ്രെഡ്, ഒരു ബ്രെഡിന്റെ കഷ്ണം. എന്തായിരുന്നു? എ പീസ് ഓഫ് ബ്രെഡ് ആണ് കറക്റ്റ് ആൻസർ. Question 3, a word and its opposite are given in the story. They are. ഒരു വേർഡും അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡും, 2 ഓപ്പോസിറ്റ് വേർഡ്സ് ഈ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. അതേതാണ്? ടോൾ ആൻഡ് ഷോർട്ട്, വലുതും ചെറുതും. ബിഗ് ആൻഡ് സ്മോൾ, അതായത് ടോൾ ഷോർട്ട് എന്ന് വെച്ചാൽ ഉയരം, ഹൈറ്റ് കൂടിയതും ഉയരം കുറഞ്ഞതും. ബിഗ് ആൻഡ് സ്മോൾ, വലുത് ചെറുത്. ലാർജ് ആൻഡ് സ്മോൾ, സാഡ്ലി ആൻഡ് ഹാപ്പിലി. ഇതിലേതാണ്? ബിഗ് ആൻഡ് സ്മോൾ ആണ് അല്ലേ? വലിയൊരു ബ്രെഡ് കഷ്ണവും ചെറിയൊരു ബ്രെഡ് പീസും ആണ്. അപ്പോൾ ബിഗ് ആൻഡ് സ്മോൾ. ഓക്കെ. സോ ക്വസ്റ്റ്യൻ 4, ഹു കെയിം ടു ഹെൽപ്പ് ദ ക്യാറ്റ്സ്? ഈ ക്യാറ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, പൂച്ചകളെ സഹായിക്കാനായിട്ട് ആരാ വന്നത്? എ റാറ്റ്, എ മങ്കി, എ ലയൺ, എ ഡോങ്കി. ആരാ വന്നത് മക്കളെ? എ മങ്കി, ഒരു മങ്കിയാണ് വന്നത്. ക്വസ്റ്റ്യൻ 5, ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് ഡാഷ്. ഈ കഥയുടെ മോറൽ എന്താണ്? ഈ കഥയിൽ നിന്ന് പഠിച്ച ഗുണപാഠം. എ ഫൈറ്റ്, അടി കൂടണം, ഇടി കൂടണം. ബി ഷെയർ, നമ്മൾ പരസ്പരം പങ്കുവെക്കണം. സി ലവ്, സ്നേഹം വേണം. ഡി കെയർ, സംരക്ഷണം നൽകണം. എന്താണ്? ബി ഷെയർ ആണല്ലേ? ഷെയറിംഗ് ആണ്, ഷെയറിംഗ് വേണമെന്നാണ് ഈ സ്റ്റോറിയിൽ നിന്ന് നമ്മൾ പഠിച്ചത്. ആക്ടിവിറ്റി 2 അതും റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. പക്ഷേ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ റീഡിംഗ് കോംപ്രഹെൻഷൻ വന്നിട്ടുള്ളത്. റീഡ് ദ ഗിവൺ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ് there was a warm and peaceful village. ഒരു വലിയ മണൽ പ്രദേശത്ത് ഒരു
എന്താ പറയുക, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു വില്ലേജ് ഉണ്ടായിരുന്നു, ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ദ വില്ലേജേഴ്സ് വർ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്. അവിടെയുള്ള ആളുകളൊക്കെ, ഗ്രാമവാസികളൊക്കെ സിമ്പിളും അതുപോലെ നല്ല ദയാശീലമുള്ള, ദയാഹൃദയമുള്ളവരുമായിരുന്നു. ദേ ഹാഡ് നെവർ മെറ്റ് ആൻ എനി ഔട്ട്സൈഡേഴ്സ്. അവരിതുവരെ ഒരു ഔട്ട്സൈഡേഴ്സിനെയും കണ്ടിട്ടില്ല, പുറത്തുനിന്നുള്ള ഒരു ആളുകളെയും കണ്ടിട്ടില്ല. ആ വില്ലേജേഴ്സ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ദേ എൻജോയ്ഡ് ദ കാം ആൻഡ് ക്വയറ്റ് ലൈഫ് ഓഫ് ദെയർ വില്ലേജ്. അവരുടെ വില്ലേജിന്റെ ശാന്തതയിലും നിശബ്ദതയിലും അവരെന്തായി, വളരെയധികം സന്തോഷത്തിലായിരുന്നു, അവർ എൻജോയ് ചെയ്യുകയായിരുന്നു. വൺ ബ്രൈറ്റ് മോർണിംഗ്, ഒരു തെളിഞ്ഞ ദിവസം, ദ സൺ സ്പ്രിങ്കിൾഡ് ഇറ്റ്സ് ഗ്ലോവിംഗ് ഗോൾഡൻ ലൈറ്റ് അക്രോസ് ദ വൈഡ് ആൻഡ് ക്ലിയർ സ്കൈ. സൂര്യൻ അതിൻ്റെ തിളങ്ങുന്ന രശ്മികൾ, അതായത് നല്ല പ്രകാശം ആകാശത്ത് കാണുകയുണ്ടായി. ദ വില്ലേജേഴ്സ് ഗ്യാതേർഡ് ഇൻ ദ യൂഷ്വൽ സ്പോട്ട്സ്. വില്ലേജേഴ്സ് ഇത് കണ്ട് അവരുടെ സ്ഥിരമായിട്ട് കൂടുന്ന സ്ഥലത്ത് ചെന്നുകൂടി. സം റെസ്റ്റഡ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ടോൾ ട്രീസ്. ചിലർ വലിയ മരങ്ങളുടെ നിഴലിൽ, തണലിൽ റെസ്റ്റ് ചെയ്തു. സം പീപ്പിൾ സാറ്റ് ക്രോസ് ലെഗ്ഡ് ഓൺ ദ സോഫ്റ്റ് സാൻഡ്. ചില ആളുകൾ ആ സോഫ്റ്റ് ആയിട്ടുള്ള മണലിൽ ക്രോസ് ലെഗ് ചെയ്തിട്ട് കാലുകൾ പരസ്പരം അടക്കി വെച്ച് ഇരുന്നു. എ ഫ്യൂ ചിൽഡ്രൻ ലേ ഓൺ ദ ഗ്രൗണ്ട് സ്കെച്ചിങ് പാറ്റേൺസ് ഇൻ ദ സാൻഡ് വിത്ത് സ്റ്റിക്സ്. ചില കുട്ടികൾ എന്ത് ചെയ്തു, മണലിൽ സ്റ്റിക്ക് ഉപയോഗിച്ച്, വടി ഉപയോഗിച്ച് ഇങ്ങനെ പാറ്റേൺസ് ഒക്കെ വരയ്ക്കുകയായിരുന്നു. സോ ഇത് നമുക്ക് ദ റെയിൻബോ പീപ്പിൾ എന്നുള്ള സ്റ്റോറിയിൽ നിന്നുള്ള ഒരു പാർട്ടാണ് കേട്ടോ തന്നിട്ടുള്ളത്. ഇനി ഇത് ബേസ് ചെയ്ത് ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അത് നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് വില്ലേജ് വാസ് ഇറ്റ്? ആ വില്ലേജ് എങ്ങനെയുള്ള വില്ലേജ് ആയിരുന്നു? വാസ്റ്റ് ആൻഡ് സാൻഡി, വാം ആൻഡ് പീസ്ഫുൾ, കാം ആൻഡ് ക്വയറ്റ്, വൈഡ് ആൻഡ് ക്ലിയർ. വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ് ആയിരുന്നു അല്ലേ? നെക്സ്റ്റ്, ഫൈൻഡ് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് മോഡറേറ്റ്ലി ഹീറ്റ്. അതായത് മിതമായിട്ടുള്ള രീതിയിൽ ചൂട് എന്നുള്ള, മോഡറേറ്റ്ലി എന്ന് വെച്ചാൽ മിതമായ അളവിൽ, ചൂട് എന്നുള്ള അർത്ഥം വരുന്ന വേർഡ് ഈ പാസേജിൽ നിന്ന് എടുത്തെഴുതുക. ഗ്ലോയിങ്, ഗ്ലോയിങ് എന്ന് വെച്ചാൽ തിളങ്ങുന്ന, ലൈറ്റ്, ലൈറ്റ് അറിയാം, പ്രകാശം. വാം, വാം എന്ന് വെച്ചാൽ ഇളം ചൂട്. ക്വയറ്റ്, നിശബ്ദത, ശാന്തമായ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? വാം ആണ്. Question 3. Which describing words are used in the story to speak about the villagers? ഈ വില്ലേജേഴ്സിനെ കുറിച്ച് ഇതിൽ സംസാരിക്കുന്ന എന്താ പറയുക, ഡിസ്ക്രൈബിംഗ് വേർഡ്, ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ് എന്താണ്? കാം ആൻഡ് ക്വയറ്റ്, സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്, വാം ആൻഡ് പീസ്ഫുൾ, വൈഡ് ആൻഡ് ക്ലിയർ. സോ വില്ലേജേഴ്സിനെ കുറിച്ചാണ് അല്ലേ ചോദിക്കുന്നത്. അതെന്താണ്? ദോസ് വില്ലേജേഴ്സ് ആർ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. സോ ആൻസർ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ് എന്നതാണ്. Question 4. Where was the village situated? ഈ വില്ലേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്? നിയർ ദ സീഷോർ, ഓൺ എ മീഡോ, ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ്, അണ്ടർ എ ഷെയ്ഡ് ഓഫ് എ ട്രീ. ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ് ആണ് ആൻസർ. Question 5. How is the light of the sun described? സണ്ണിൻ്റെ ലൈറ്റിനെ എങ്ങനെയാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? വാം ആൻഡ് പീസ്ഫുൾ, ഗ്ലോവിങ് ഗോൾഡൻ, വൈഡ് ആൻഡ് ക്ലിയർ, കാം ആൻഡ് ക്വയറ്റ്. ഗ്ലോവിങ് ഗോൾഡൻ എന്നാണ് സൺലൈറ്റിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ റീഡിംഗ് കോംപ്രഹെൻഷൻ വരുമ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന പാസേജ് വീണ്ടും വീണ്ടും വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഉണ്ടായിരിക്കും ആൻസറും. ആക്ടിവിറ്റി 3 റിഡിൽസ്, കടങ്കഥകളാണ്. അതായത് നിങ്ങൾ പഠിക്കാനുള്ള പോർഷൻസിൽ നിന്നുള്ള തന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ളതാണ്. അവർ ആരാണെന്ന് എഴുതുകയാണ് വേണ്ടത് കേട്ടോ. 1. മൈ മദർ വാസ് ലൈങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ. എൻ്റെ അമ്മ ഇപ്പോഴും നിലത്ത് കിടക്കുകയാണ്. ഐ ആം ദ എൽഡർ ചൈൽഡ് ഓഫ് ദ ഹൗസ്. ഞാനാണ് വീട്ടിലെ മുതിർന്ന കുട്ടി. ഐ കോൾ ദ ഹെൽപ്പ് ലൈൻ നമ്പർ 101. ഞാൻ 101 എന്നുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചു. ഹു ആം ഐ, ആരാണ് ഞാൻ? ആരായിരുന്നു മക്കളെ? ദിൽന ആയിരുന്നു അല്ലേ. അമ്മ താഴെ കിടക്കുമ്പോൾ, അമ്മ ബോധമറ്റ് കിടക്കുന്ന സമയത്ത് 101ലേക്ക് വിളിച്ചത്, സഹായം തേടിയത് ദിൽന ആയിരുന്നു അല്ലേ. 2. ഐ ഹേർഡ് ദ ക്രൈസ് ഓഫ് പീപ്പിൾ ഫ്രം ഇൻസൈഡ് ദ വാൾസ്. ഞാൻ മതിലിനുള്ളിൽ നിന്ന് ആളുകളുടെ കരച്ചിൽ കേട്ടു. വൈ ഓൾ ഹൈഡിങ് ആൻഡ് ക്രൈങ് ഐ തോട്ട്. എല്ലാവരും എന്താണ് ഒളിച്ചിരുന്നിക്കുകയും അവിടെ നിന്ന് കരയുകയും ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. ഐ വാണ്ടഡ് ടു ഹെൽപ്പ് ദം. എനിക്ക് അവരെ സഹായിക്കണമായിരുന്നു. യാമായി, ഞാൻ ആരാണ്? സ്ട്രേഞ്ചർ. ഓക്കെ, സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ഔട്ട്സൈഡർ എന്ന് എഴുതിയാലും മതി. ദ റെയിൻബോ പീപ്പിളിൽ നമ്മൾ പഠിച്ചില്ലേ ഏത് സ്ട്രേഞ്ചർ. ഓക്കെ, ഒന്നുകിൽ സ്ട്രേഞ്ചർ എന്ന് എഴുതാം അല്ലെങ്കിൽ ഔട്ട്സൈഡർ എന്ന് എഴുതാം കേട്ടോ. 3. ഐ ഹാവ് ദ ഷേപ്പ് ഓഫ് യുവർ ഹെയർ ബോ. എനിക്ക് നിങ്ങളുടെ ഹെയർ ബോയുടെ ഷേപ്പാണ്. യു ക്യാൻ സീ മീ ഇൻ ദ സ്കൈ. എന്നെ നിങ്ങളെ ആകാശത്ത് നിങ്ങൾക്ക് കാണാം. ഐ ഹാവ് 7 കളേഴ്സ്. എനിക്ക് 7 നിറങ്ങളുണ്ട്. ഹു ആം ഐ, ഞാൻ ആരാ മക്കളെ? റെയിൻബോ ആണ് കേട്ടോ. 4. ഐ ആം ഇൻ യൂണിഫോം അറ്റ് ഡ്യൂട്ടി. ഞാൻ ഡ്യൂട്ടി സമയത്ത് യൂണിഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. ഐ റീച്ച് ദ ആക്സിഡൻറ്റ് സ്പോട്ട്സ് അറ്റ് വൺസ്. ഞാൻ ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഉടനെ എത്തും. യു ക്യാൻ കോൾ മീ ഇൻ ഹെൽപ്പ് ലൈൻ നമ്പർ 101. നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ടുള്ള 101ലേക്ക് വിളിച്ചാൽ, 101ലേക്ക് വിളിച്ചാൽ എന്നെ കിട്ടുന്നതാണ്. ഹു ആം ഐ, ഞാൻ ആരാണ്? ഫയർമാൻ ആണ് കേട്ടോ.
Question 5. I fly high in the air. ഞാൻ ആകാശത്തിൽ അല്ലെങ്കിൽ വായുവിൽ ഉയരത്തിൽ പറക്കും. യു കൺട്രോൾ മീ വിത്ത് എ സ്ട്രിങ്. നിങ്ങൾക്ക് എന്നെ ഒരു നൂല് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. ഐ ആം ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് കളേഴ്സ്. ഞാൻ വ്യത്യസ്ത നിറത്തിലും വ്യത്യസ്ത ഷേപ്പിലും ഉണ്ടായിരിക്കും. ഹു ആം ഐ. ഞാൻ ആരാണ്? ആരാ മക്കളെ? കൈറ്റാണ് അല്ലേ, പട്ടമാണ് അങ്ങനെ ഉണ്ടാവുക. സോ ആൻസർ കൈറ്റാണ്. Activity 4. Poster. Your school is conducting a kite flying competition to convey the message unity is strength. Prepare a poster for the program. നിങ്ങളുടെ സ്കൂള് ഒരു പട്ടം പറത്തൽ മത്സരം കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. എന്തിനാണ്? യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. എന്താണ്? ഒരുമയാണ് ബലം എന്നുള്ള സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോമ്പറ്റീഷൻ നടത്തുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്ത് ചോദിച്ചാലും പോസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു ബോർഡർ വരച്ചു കൊടുക്കുക. എന്നിട്ട് എവിടെയാണ് എങ്ങനെയാണ് വെന്യൂ ഒക്കെ എഴുതി കൊടുക്കുക. ഒരു കൊട്ടേഷൻ എഴുതുക, അതായത് ഒരു നമ്മൾ സ്ലോഗൻ എഴുതില്ലേ, അതിലേക്ക് വേണ്ട ഒരു മെസ്സേജ് അത് എഴുതി കൊടുക്കുക. മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ചെയ്തത് നോക്കൂ. കിൻഡർഗാർട്ടൻ LP സ്കൂൾ കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ August 15, 2025. ഷെയർ ദ മെസ്സേജ് യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു പട്ടത്തിൻ്റെ ഒരു കൈറ്റിൻ്റെ ഒക്കെ പിക്ചർ വരച്ചു കൊടുത്താൽ മതി. എന്തിനെ കുറിച്ചാണോ പോസ്റ്റർ ചോദിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു പിക്ചറൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. Activity 5. Description. Look at the picture. What do you see? Describe it. നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചറിന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആണല്ലേ മക്കളെ? നമ്മൾ പഠിച്ചിട്ടുള്ള റെയിൻബോ പീപ്പിളിൽ നിന്നുള്ള പിക്ചർ തന്നെയാണ് തന്നിട്ടുള്ളത്. അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. ദിസ് ഈസ് എ വാസ്റ്റ് ഏരിയ ഓഫ് സാൻഡ്. ഇത് മണൽ കൊണ്ടുള്ള വളരെ വിശാലമായ ഒരു പ്രദേശമാണ്. പീപ്പിൾ ആർ റെസ്റ്റിംഗ് ആൻഡ് റിലാക്സിങ് ഓൺ ദ സോഫ്റ്റ് സാൻഡ്. ആളുകൾ ആ മണലിലിരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. എ ഗേൾ ഈസ് റെസ്റ്റിംഗ് അണ്ടർ ദ ഷേഡ് ഓഫ് എ ട്രീ. ആ മരത്തിൻ്റെ തണലിലിരുന്ന് ഒരു പെൺകുട്ടി വിശ്രമിക്കുന്നുണ്ട്. എ ബോയ് സിറ്റിംഗ് ലീനിങ് ടു എ റോക്ക്. ഒരാൺകുട്ടി ഒരു പാറയിൽ ഇങ്ങനെ ചെരിഞ്ഞു കിടന്ന് വിശ്രമിക്കുന്നുണ്ട്. സം ആർ സിറ്റിംഗ് ക്രോസ് ലെഗ്ഡ് ഓൺ ദ ഗ്രൗണ്ട്. ചിലർ ക്രോസ് ലെഗ് ചെയ്തിട്ട് അവിടെ തറയിലിരിക്കുന്നുണ്ട്. എ ഫ്യൂ അതേഴ്സ് ആർ ലൈയിങ് ഓൺ ദ സാൻഡ്. ചിലർ മണലിൽ കിടക്കുന്നുണ്ട്. എ സ്മോൾ ചൈൽഡ് ഈസ് ഓൾസോ സിറ്റിംഗ് ദെയർ. ഒരു ചെറിയ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അനദർ ബോയ് ഈസ് ഡ്രോയിങ് പാറ്റേൺസ് ഓൺ ദ സാൻഡ്. ഒരു കുട്ടി മണലിൽ പാറ്റേൺസ് സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. Activity 6. Thoughts. A stranger came to the village. He heard the cries of the people from inside the walls. Why are they hiding and crying? He thought. Write the thoughts of the stranger. അപ്പോൾ റെയിൻബോ പീപ്പിളിൽ നമ്മൾ പഠിച്ചു, ഒരു സ്ട്രേഞ്ചർ വില്ലേജിലേക്ക് വരികയാണ്. ആ വില്ലേജിലേക്ക് വരുന്ന സമയത്ത് മതിലുകൾക്കുള്ളിൽ നിന്ന് പല ആളുകളുടെയും കരച്ചിൽ അയാൾ കേൾക്കുകയാണ്. അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ്, എന്തിനാണ് ഇവരെല്ലാവരും ഒളിച്ചിരിക്കുകയും കരയുകയും ചെയ്യുന്നതെന്ന്. ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ പ്ലേസ് ലുക്സ് വെരി സ്ട്രേഞ്ച്. ഈ സ്ഥലം വളരെ വിചിത്രമായി തോന്നുന്നു. ദർ ആർ വാൾസ് ഇൻ ദ ഡിഫറെൻറ്റ് കോർണേഴ്സ് ഓഫ് ദ വില്ലേജ്. ഈ പ്രദേശത്തെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പല മതിലുകൾ കാണുന്നുണ്ടല്ലോ. വൈ ഡിഡ് ദേ മേക്ക് ദ വാൾസ്? എന്തിനാണ് ഇവരിങ്ങനെ മതിൽ കെട്ടിയിട്ടുള്ളത്? ഓ, ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഹാസ് നോ ഫുഡ്. ആദ്യത്തെ ഗ്രൂപ്പിന് ഭക്ഷണമൊന്നുമില്ലല്ലോ. ദ സെക്കൻഡ് ഹാസ് നോ വാട്ടർ. രണ്ടാമത്തേതിന് വെള്ളവുമില്ല. ദ തേർഡ് ഹാസ് നോ ഷെൽട്ടർ ആൻഡ് ദ ലാസ്റ്റ് ഗ്രൂപ്പ് ഹാസ് നോ ഫയർവുഡ്. മൂന്നാമത്തെ ഗ്രൂപ്പിന് നിൽക്കാനൊരു ഷെൽട്ടർ ഇല്ല. അതുപോലെ നാലാമത്തെ ഗ്രൂപ്പിന് തീ കായാനുള്ള വിറകുകളുമില്ല. ഹൗ വിൽ ദേ സർവൈവ്? അവരെങ്ങനെയാണ് ഇവിടെ സർവൈവ് ചെയ്ത് പോകുന്നത്? എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്? ദേ മസ്റ്റ് ഷെയർ ദെയർ തിങ്സ് ഈച്ച് അതർ. അവർക്കുള്ള സാധനങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തേ മതിയാവൂ. അതർവൈസ് ദേ വിൽ ഡൈ. അല്ലെങ്കിൽ അവർ മരിച്ചു പോവും. ഐ ഷാൽ ടോക്ക് ടു ദം. ഞാൻ അവരോട് സംസാരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ആയിരിക്കുമല്ലേ മക്കളെ അദ്ദേഹത്തിൻ്റെ തോട്ട്സൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് കേട്ടോ 4th സ്റ്റാൻഡേർഡിലെ ഈ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറും അതിലുള്ള എങ്ങനെയൊക്കെയാണ് ആൻസർ എഴുതേണ്ടത് എന്നൊക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എല്ലാതും ഒന്ന് കറക്റ്റായിട്ട് നോക്കി പോവുക. മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.